പറയുന്ന പിണറായിയുടെ കുടുംബ സ്വത്താക്കി അതിനെ മാറ്റി. ഈ പറയുന്ന ശബരിമല വിഷയത്തിൽ അയ്യപ്പ സംഗമത്തിൽ പോലും അതിൽ കൊള്ളയടിക്കപ്പെട്ടു UFCC എന്ന് പറഞ്ഞത് ഞാനല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വന്ന വിഷയമാണത്. അപ്പം ആ UFCCയെ കുറിച്ച് ശക്തമായ അന്വേഷണം നടത്തണം. കോടികൾ ഇവിടെ നമ്മളെ പൊതുസമൂഹത്തിന് മുതലേ ഇവിടെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അയ്യപ്പന്റെ സ്വർണം ആ പരാതിയിലില്ല, എന്നാ സംഭവമില്ല. അയ്യപ്പന്റെ സ്വർണം കട്ടവരെ തിരിച്ച് ജയിലിലാക്കി ആ സ്വർണം തിരിച്ചു പിടിക്കണം. ഇതൊക്കെ തന്നെ അവിടെ ആർക്കേണ്ട അന്വേഷണം. ഈ ബേപ്പൂരിൽ എന്തായാലും ഒരു മന്ത്രി ഉണ്ടാവില്ലേ? ബേപ്പൂരിലോ? ഇത്തവണത്തെ ഒരു മന്ത്രി ഉണ്ടാവും പറയാൻ വയ്യ. ബേപ്പൂരിന്റെ മന്ത്രി ഉണ്ടാവില്ലെന്ന്. UDF ആരാകും മുഖ്യമന്ത്രിയാവുക? UDF സുനാമിയെങ്കിലേ ആരാകും മുഖ്യമന്ത്രിയാവുക? ഇടതുപക്ഷത്തിൽ ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ആരാവും എന്ന് അറിയണമെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ 10-30 സീറ്റിൽ ആരൊക്കെ അവിടെ എത്തുന്ന ആരറിയുണ്ട്. അല്ല, അയാളല്ല ആവേണ്ടത്. അയാൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അയാളാണ് നിൽക്കേണ്ടത്. അയാൾ മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹത്തിന് ശേഷിയുണ്ടെങ്കിൽ ജനം വീട്ടില് മൂലക്കലാക്കിയാൽ അദ്ദേഹം നിയമസഭയിൽ എത്തിയാൽ ഇതല്ലേ അവിടെ എന്തായാലും ആ പറ്റും. എന്താ ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ അത്ര മോശപ്പെട്ട സാധനം എന്തുകൊണ്ടാ പിണറായി അത് ആവില്ല എന്നാണ് പറയുന്നത്? റിയാസ് എന്തായാലും വീട്ടിലുണ്ടാവും. വീട്ടിലെ സ്പീക്കറോ ഒക്കെ ആവും. സതീശനും രമേശ് ചെന്നിത്തലയ്ക്കൊക്കെ ഫ്ലക്സ് വരുന്നുണ്ട് കണ്ണൂരിലൊക്കെ. ആരാണ് എല്ലാവർക്കും ഫ്ലക്സ് ഇല്ല. ഞാൻ എന്റെ ഫ്ലക്സ് ആയിരുന്നു ഇതൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നമുക്കറിയില്ല. ഒരു ജനാധിപത്യ പാർട്ടി ആർക്കും അഭിപ്രായമില്ല. ഒരു ബൂത്ത് പ്രസിഡന്റല്ല, ഒരു ബൂത്തിലെ പ്രവർത്തകരും ഒരു അഭിപ്രായം പറയാനും ആ അഭിപ്രായം എന്താ പറയാ ചർച്ച ചെയ്യുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ടല്ലേ ഈ 3-4 ആളുകൾ കേപ്പബിൾ ആയിട്ടുള്ള ആളുകൾ ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ആ പാർട്ടിയുടെ ഒരു എന്താ പറയുക ഹൈറ്റ് അല്ല. എന്താ മറുഭാഗത്ത് പറയാത്തത്? അതൊരു ഡെമോക്രാറ്റിക് പാർട്ടിയിലെ പറയുന്നത്. പിണറായി അല്ലാത്തവന്റെ ഒരു പേര് പറഞ്ഞാൽ ചിലപ്പോൾ തല കാണുന്നത് തരുന്നത്. അത്രയും ഏകാധിപത്യം സ്വേച്ഛാധിപത്യം അപ്പുറത്ത് നിലനിൽക്കുമ്പോൾ 3-4 മുഖ്യമന്ത്രിയുടെ പേര് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു പാർട്ടി കോൺഗ്രസ് എന്ന നിലക്ക് ഞാനതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്.